സൗദി അറേബ്യയിൽ വിദേശ തൊഴിലാളികളുടെ ആശ്രിതർക്കുള്ള ഫീസ് നിലവിൽ വന്നു. ഇന്നു മുതൽ റീ എൻട്രി ഫീസ് ലഭിക്കാൻ പ്രതിമാസം 100 റിയാൽ ഫീസ് അടയ്ക്കണം. ഒരു വർഷത്തേക്ക് 1200 റിയാലാണ് ഫീസ്. അടുത്ത വർഷം മുതൽ ഇത് പ്രതിമാസം 200 റിയാലായി വർദ്ധിക്കും. ഓൺലൈനായി പണം അടയ്ക്കാനുള്ള സംവിധാനങ്ങളും നിലവിൽ വന്നു. ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനാൽ കുടുംബങ്ങളെ നാട്ടിലേക്ക് അയക്കാൻ ഒരുങ്ങുകയാണ് നിരവധി പ്രവാസികൾ. ഈ വർഷത്തെ ബജറ്റിലാണ് സൗദിയിലെ പ്രവാസി കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ഫീസ് ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ ജൂലൈ മുതൽ നിലവിൽ വരുന്ന ഫീസ് ഇക്കാമ പുതുക്കുമ്പോൾ ഒരു വർഷത്തേക്ക് ഒരുമിച്ച് അടച്ചാൽ മതിയെന്നായിരുന്നു പ്രവാസികളുടെ പ്രതീക്ഷ. എന്നാൽ ഇന്ന് രാവിലെ മുതൽ കുടുംബങ്ങളുടെ റീ എൻട്രി വിസ ഇഷ്യൂ ചെയ്യാൻ ശ്രമിച്ചവർക്കൊന്നും സാധ്യമായില്ല. ആവശ്യത്തിന് പണമില്ലെന്നായിരുന്നു മറുപടി ലഭിച്ചത്. ഉച്ചയോടെ ബാങ്കുകളുടെ സദാത് ഓൺലൈൻ സംവിധാനത്തിൽ ആശ്രിത ഫീസ് അടക്കാനുള്ള സംവിധാനം നിലവിൽ വന്നു. അസോസിയേറ്റ് ഫീസ് ഫോർ ഓൾ റിലേറ്റീവ്സ്, അസോസിയേറ്റ് ഫീസ് ഫോർ ഓൾ അസോസിയേറ്റ് തുടങ്ങിയ ഓപ്ഷനുകളാണ് സദാത് സംവിധാനത്തിൽ കാണുന്നത്. ഇക്കാമ നമ്പറും കാലാവധിയും നൽകിയാൽ ഓരോരുത്തർക്കും അടയ്ക്കേണ്ട ഫീസ് എത്രയാണെന്ന് കാണാം. ഇതോടൊപ്പം റീ എൻട്രി ഫീസും അടച്ചാൽ മാത്രമേ വിസ ഇഷ്യൂ ചെയ്യാൻ സാധിക്കൂ. റീ എൻട്രിക്ക് ആശ്രിത ഫീസ് അടക്കണമെന്ന നിർദ്ദേശം നിരവധി പേരെയാണ് ബുദ്ധിമുട്ടിലാക്കുന്നത്. സ്കൂൾ അവധിക്കാലം അടുത്ത വാരം ആരംഭിക്കുന്നതിനാൽ ഈ മാസം 15 മുമ്പായി ഭൂരിഭാഗം കുടുംബങ്ങളും നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഭാര്യയും 2 മക്കളുമുള്ള ഒരു കുടുംബത്തിന് ചുരുങ്ങിയത് 4000 റിയാലോളമാണ് ഇപ്പോൾ ഫീസായി നൽകേണ്ടത്. ഇക്കാമ കാലാവധി അനുസരിച്ച് ഇതിൽ മാറ്റമുണ്ട്. അടുത്ത വർഷം മുതൽ ഫീസ് പ്രതിമാസം 200 റിയാലും 2019 300 റിയാലും തൊട്ടടുത്ത വർഷം 400 റിയാലുമായി വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ വിസ റദ്ദാക്കി നാട്ടിലേക്ക് അയക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവാസികൾ. റബി മുഹമ്മദ്, മീഡിയ 1, ജിദ്ദ.